പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ NIA ജാമ്യത്തിന് എതിര് പറഞ്ഞു. പാലക്കാട് കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല. കാരണം ഇവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഇന്ത്യയിലെ നിരോധിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഒരു ഇസ്ലാമിക് രാഷ്ട്രം ആയി ഇന്ത്യയെ മാറ്റാൻ 2047 മാറ്റണമെന്നാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ തീരുമാനം. അങ്ങനെയാണ് അത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇതിപ്പോൾ ബാൻ ചെയ്ത് കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലിസ്റ്റിൽ കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് NIA കോടതിയിൽ പറഞ്ഞത്. അതിനുള്ള എവിഡൻസുകൾ അവർ കോടതിയിൽ ഹാജരാക്കി. ഏകദേശം 977 പേരെ കേരളത്തിൽ കൊല്ലേണ്ടവരുടെ ലിസ്റ്റാണ്, എവിഡൻസാണ് ഇപ്പോൾ NIA കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയായ സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പം അയാളുടെ കയ്യിൽ നിന്ന് 240 പേരെ കൊല്ലാനുള്ള ലിസ്റ്റ് കയ്യിൽ നിന്ന് ലഭിച്ചു. അതുപോലെ മറ്റൊരു പ്രതിയെ അബ്ദുൽ വഹാബിൻ്റെ കയ്യിൽ നിന്ന് 5 പേരുടെ ഹിറ്റ് ലിസ്റ്റുകൾ ലഭിച്ചു. ഈ ഹിറ്റ് ലിസ്റ്റുകളിൽ RSS BJP പ്രവർത്തകരായ വത്സൻ തില്ലങ്കേരിയുടെ പേരുണ്ട്, റിട്ടയർ ചെയ്ത ആലുവയിലെ ഒരു ജഡ്ജിൻ്റെ പേരുണ്ട്, KP ശശികലയുടെ ടീച്ചറിൻ്റെ പേരുണ്ട്. കേരളത്തിലെ കൊല്ലപ്പെടേണ്ട ഒരു ലിസ്റ്റ് കോടതിയിൽ ഹാജരാക്കി. ഇത് 5 പേരുടെ ഒരാളുടെ പേഴ്സിൽ നിന്നെടുത്തതാണ്. അതുപോലെ തന്നെ മൊത്തം 977 ലിസ്റ്റ് വരുന്നത് പാലക്കാട് ശ്രീനിവാസൻ കേസിൻ്റെ പ്രതിയായ സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്ന് 240 പേരും, അബ്ദുൽ വഹാബിൻ്റെ കയ്യിൽ നിന്ന് 5 പേരും, അറസ്റ്റ് ചെയ്ത ആയൂബിൻ്റെ കയ്യിൽ നിന്ന് 500 പേരുടെ ലിസ്റ്റും, കൂടാതെ മുഹമ്മദ് സാദിഖിൻ്റെ കയ്യിൽ നിന്ന് 232 പേരുടെ ലിസ്റ്റ്. അങ്ങനെ കേരളത്തിൽ അടിയന്തരമായി കൊല്ലേണ്ടവരുടെ 977 പേരുടെ ലിസ്റ്റാണ് NIA ഇപ്പം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. NIA ജാമ്യം കൊടുക്കാൻ പാടില്ല ഇവർക്ക്. കാരണം ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ കയ്യിൽ നിന്നാണ് ഈ ലിസ്റ്റ് കണ്ടെത്തിയത്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള ഉൾപ്പെട്ട വ്യക്തി തന്നെ ആയിരിക്കണം ശ്രീനിവാസൻ എന്ന് NIA കോടതിയിൽ വാദിച്ചു. NIAയുടെ വാദത്തിന് കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തി. ഇതിനകത്ത് നമുക്കറിയാം, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പോപ്പുലർ ഫ്രണ്ട് സെൻട്രൽ ഗവൺമെൻറ് നിരോധിക്കുകയുണ്ടായി. മാവോയിസ്റ്റിനെ നിരോധിച്ചതുപോലെ ഈ സംഘടനയെ ഇന്ത്യയിൽ ഇപ്പം നിരോധിച്ചിരിക്കുകയാണ്. അവരുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാനോട്ട് തുടങ്ങി. വിദേശത്ത് നിന്ന് ധാരാളം സ്വത്തുക്കൾ അവർക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലുവയിലെ പെരിയാർ വാലി എന്ന ക്യാമ്പസ് ആയുധ പരിശീലനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. തീവ്രവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചു, തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ സ്വത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് NIA ആ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. NIA പ്രത്യേക കോടതി ജഡ്ജി PK മോഹൻദാസിന് മുമ്പിലാണ് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രഥമദൃഷ്ട്യാ ശരിയാണെന്ന് വിശ്വസിക്കാൻ തക്ക കാരണമുണ്ടെന്ന് കോടതി അക്കാര്യത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥാപകൻ കേരളീയനാണ്. ഇരപ്പുങ്കൽ അബൂബക്കർ എന്ന ആളാണ് കേരളത്തിലെ ഈ പോപ്പുലർ ഫ്രണ്ട് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. 2047 കൂടി ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കണം എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഇത് അവർ രൂപീകരിച്ചത്. ഈ പോപ്പുലർ ഫണ്ടിന് വിദേശത്തു നിന്ന് ധാരാളം ഫണ്ടുകൾ വരുന്നുണ്ട്. ED അത് അന്വേഷിച്ച് കുറേയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മണി ലോണ്ടറിങ്ങും ഫോറിൻ മണിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള ക്യാമ്പസ് ഫണ്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം. ഈ സംഘടനയെ നിരോധിക്കാൻ കാരണം വിദേശത്തുനിന്ന് അനധികൃതമായി പല രീതിയിലും ഫണ്ട് വരികയും ഇന്ത്യയിൽ ഒരു സായുധ വിപ്ലവം നടത്താനായിട്ടൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് റിലയബിൾ ആയിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ഇതിൻ്റെ ഭാരവാഹികളായി വന്നിരിക്കുന്നവർ
അവര് പലരും അതിൻ്റെ ചെയർമാനായ OMA സക്കീർ എന്ന ആ വ്യക്തിയാണ്, അല്ലെങ്കിൽ MM സലാം എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. OMA സലീം അല്ലെങ്കിൽ MM സലാം ഇതിൻ്റെ ചെയർമാനാണ്. ജനറൽ സെക്രട്ടറി അനീസ അഹമ്മദാണ്. വൈസ് ചെയർമാനായിട്ട് EM അബ്ദുൾ റഹ്മാൻ. അതുപോലെ 2 വൈസ് ചെയർമാന്മാരുണ്ട്, തസ്രുദ്ദീൻ ഇളമരം, അതുപോലെ അഷ്റഫ് മൗലവി തിരുവനന്തപുരം. ഇവർ 3 വൈസ് ചെയർമാന്മാർ ഇതിൻ്റെ അകത്തുണ്ട്. ഈ സംഘടനയിലെ ഭൂരിപക്ഷം പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നിരോധന സംഘടനയുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയല്ല, അവരുടെ ഭാരവാഹികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം രാജ്യദ്രോഹകരമായ ഒരു പ്രവർത്തനം അവർ നടത്തുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു ഇസ്ലാമിക് രാഷ്ട്രമായി കൺവെർട്ട് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അവർ ഈ സംഘടന പോപ്പുലർ ഫ്രണ്ട് രൂപീകരിച്ച്. തന്നെയുമല്ല, ഈ സംഘടനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന RSS BJPക്കാരും ഭൂരിപക്ഷം പേരും അവരെ ഈ ലിസ്റ്റിനകത്ത് അവരുടെ പേരുകളാണ് കൂടുതൽ കാണുന്നത്. ഈ ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ സൃഷ്ടിക്കുന്നതിനും അതിനെ എതിര് നിൽക്കുന്നവരും അങ്ങനെയുള്ളവരെ വകവരുത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ ഏകദേശം 977 വരെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസൻ എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഈ പോപ്പുലർ ഫ്രണ്ട് കൊന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് കൃത്യതയോടുകൂടി EDക്കും അതുപോലെ തന്നെ NIAക്കും കോടതിയിൽ പറയാൻ സാധിച്ചേക്കും. എന്തായാലും ഇപ്പോൾ അതിശക്തമായി ആ പ്രതികളുടെ ജാമ്യത്തിനെതിരെ അവിടെ കോടതിയിൽ വാദഗതി ഉയർത്തിയപ്പോഴാണ് ഇതുപോലുള്ള ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസുകളുള്ള ചില രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിലിരുന്ന പേഴ്സിൽ നിന്നാണ് 5 പേരുടെ പേര് ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് എടുത്ത കൂട്ടത്തിലാണ് ഈ ലിസ്റ്റിൽ കണ്ടത്. ഈ ഏകദേശം 977 പേരിൽ അതിനകത്ത് ഭൂരിപക്ഷം RSS BJPക്കാരാണെങ്കിലും അതിനകത്ത് ടോപ്പ് റാങ്കിങ് കിടന്ന വത്സല ലങ്കേരിയും അതുപോലെ KP ശശികല ടീച്ചറും പിന്നെ ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ പേര് പറയുന്നുണ്ട്, ആലുവക്കാരനാണ്. അപ്പം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി തന്നെയാണ് ഈ സംഘടനയുടെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് അത് ബാൻ ചെയ്തത്. അതിന് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വളരെയധികം പ്രവർത്തകർ ഇന്നും കേരളത്തിലുണ്ട്. സൈലൻ്റായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അതിൽ ദക്ഷിണേന്ത്യയിലാണ് ഇത് കൂടുതലും ഇതിൽ വേരൂന്നിയിരിക്കുന്നത്. അതിലെ ഭാരവാഹിത്വത്തിനും മിക്കവാറും ഉള്ളവരെല്ലാം കേരളത്തിലുള്ള മലയാളികളാണ്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എല്ലാം മലയാളികളെ ബേസ് ചെയ്ത് ആണ് എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ NIAയും അതുപോലെ തന്നെ EDയും വളരെയധികം ആൾക്കാരെ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഇന്നും പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് NIAയും EDയും കരുതുന്നത്. ഏതായാലും അതിശക്തമായ നടപടിയിലേക്ക് NIA പോകുന്നു. കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടവരും അല്ലെങ്കിൽ RSS BJPയിലെ പ്രവർത്തിക്കുന്നവരെ കൊന്നിട്ടുള്ളവരുടെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്.